ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പാരാമാഗ്നറ്റിക്സും ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിലൂടെ നമുക്ക് കിട്ടിയത് ക്യൂരീസ് ലോ ആയി നമുക്ക് കിട്ടിയിരുന്നത് ദാറ്റ് ഈസ് സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഫോർ എ ലാർജ് ടെമ്പറേച്ചർ. ഓക്കെ, അല്ലെങ്കിൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു വീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബേ ചെയ്യുന്ന ഒരു ലോ ആണ് ക്യൂരീസ് ലോ. That is susceptibility is equal to C divided by T, where C is the Curie's constant. Now we are going to discussing the statistics of paramagnetism by quantum theory. Quantum theory. Okay. അപ്പോൾ ഈ ക്വാണ്ടം തിയറി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മൾ നടത്താണ്. അതായത് നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഡൈപോൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് മൂവ്മെൻ്റ് ഉണ്ട് മ്യൂ. അതുപോലെ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ സെഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മ്യൂ സെഡ് ആണ്. അതൊരു ആർബിട്രറി വാല്യൂ ആയിട്ടായിരുന്നു നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇവിടെ കനോട്ട് ഹാവ് എ ആർബിട്രറി വാല്യൂ. ഇവിടെ ഒരു ആർബിട്രറി വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടാവും മ്യൂ സെഡ് എന്ന് പറയുന്നത്. ഒരു ആർബിട്രറി വാല്യൂ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാഗ്നറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ദ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് G ഇൻറ്റു E ഡിവൈഡഡ് ബൈ 2mc ഇൻറ്റു L. Here G is the Landau G factor. E divided by 2mc, that is the gyromagnetic ratio. And L is the total angular momentum. It can be defined as J into J plus 1 h cut. H cut is the outside of the root, square root. Okay. Here J is the rotational, which is a quantum number. That is 0, 1 by 2, 1, 3 by 2, etc. Okay. Then mu square is equal to G square E divided by 2mc whole square L square, that is equal to J into J plus 1 h cut square. Okay. That is equal to G square E h cut divided by 2mc whole square J into J plus 1. Then mu b is equal to, assume that mu b is equal to E h cut square divided by 2mc, that is called Bohr magneton. So mu square is equal to G square mu b square J into J plus 1. Okay. This is the magnetic moment. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ മ്യൂ സെഡ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് G ഇൻറ്റു E ഡിവൈഡഡ് ബൈ 2mc L സെഡ്. അതായത് റൊട്ടേഷണൽ കോണ്ടർ നമ്പറും അതിൻ്റെ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ കോണ്ടർ നമ്പറും നമ്മൾ കാണണം. ദെൻ L സെഡ് ക്യാൻ ബി ഡിഫൈൻ ആസ് mj ഇൻറ്റു h കട്ട്. ഹിയർ mj is equal to root j ഇൻറ്റു J plus 1. ഓക്കെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടാൽ മതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മ്യൂ സെഡ് ഇസ് ഈക്വൽ ടു G ഇൻറ്റു E ഡിവൈഡഡ് ബൈ 2mc ഇൻറ്റു L സെഡ്, ദാറ്റ് ഈസ് mj h കട്ട്. സിംപ്ലി ഡിനോട്ടഡ് m, not mj, it is denoted as m. m is varying from minus j to plus j, that is 2j plus 1 values. That is the magnetic quantum number. Okay. So that is equal to G into it is taken in this side, E h cross divided by 2mc into m, that is equal to G into mu b into m. This is the value for the magnetic moment along the applied magnetic field. Okay. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് 2j plus 1 വാല്യൂസ് വരുന്ന ഒരു നമ്പറാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കനോട്ട് ഹാവ് എൻ ആർബിട്രറി എന്ന് പറയാനുള്ള കാരണം.
ഇതൊരു ആർബിട്രറി വാല്യൂ അല്ല. ഇറ്റ് ക്യാൻ എം ഡിപ്പെൻഡ് 2j+1 വാല്യൂസ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് MZ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ആർ കാൽക്കുലേറ്റിംഗ് ദ എനർജി. Energy is equal to, what is the energy of the dipole? It is simply that minus mu h. നമ്മൾ z ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കാണുന്നതുകൊണ്ട് നമ്മൾ mu z എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് mu z, ദാറ്റ് ഈസ് g mu b m h എന്ന് കൊടുക്കുന്നു. കോസ് തീറ്റ ഉണ്ടാവും. കോസ് തീറ്റ എന്ന് പറയുന്നത് mu z ഉം h ഉം സിമിലർ ഡയറക്ഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പാരലൽ ആയതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 0. അതിനാണെങ്കിൽ കോസ് 0 ഈക്വൽ ടു 1 വരും. സോ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ജി മ്യൂ ബി എം എച്ച് എന്ന് നമുക്ക് എഴുതാം. ദെൻ സിംഗിൾ പാർട്ടിക്കിൾ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് Q1 ബീറ്റ ഈക്വൽ ടു സിഗ്മ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. നമ്മൾ MZ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. MZ എന്ന് പറയുന്നത് M വാല്യൂസ് ഉണ്ട്. സോ നമ്മളിവിടെ എം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കി എടുക്കുന്നു, -j മുതൽ +j വരെ. കാരണം M വേരി ചെയ്യുന്നത് -j മുതൽ +j വരെയാണ് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ 2j+1 ഓറിയൻറ്റേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്മയുടെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് -j മുതൽ j വരെയാണ്, e⁻βe. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ M ഈക്വൽ ടു -j ഇൻറ്റു j e⁻b മൈനസ് ബീറ്റ. മൈനസും ഇ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. ബീറ്റ ജി മ്യൂ ബി എം എച്ച്. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. ദറ്റ് ഈസ് സിഗ്മ എം സ്റ്റാർട്ടിംഗ് ഫ്രം -j to j exponential of beta g mu b m h. Okay, now introducing this quantity beta g mu b m h is x. Sorry, not m. Beta g mu b j into h. അതായത് introducing x is equal to beta g mu b j into h. അപ്പോൾ ഇവിടെ ജെൻ്റെ ടേംസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ് ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യണമെങ്കിൽ ജെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എമ്മിൻ്റെ ക്വാണ്ടിറ്റി അധികം വരുന്നുണ്ട്. അപ്പോൾ എം എക്സ് ഡിവൈഡ് ബൈ ജെ എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കൊടുക്കേണ്ടത്. സോ Q1 ബീറ്റ ഈക്വൽ ടു e⁻ എം എക്സ് ഡിവൈഡഡ് ബൈ ജെ എന്ന് എഴുതാം. ഓക്കെ, സിഗ്മ ഉണ്ടാവും. സിഗ്മ എം സ്റ്റാർട്ടിംഗ് ഫ്രം -j to +j. ഇനി നമ്മുടെ സമ്മേഷൻ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം -j എന്നുള്ള വാല്യൂ കൊടുക്കുക. e⁻ എമ്മിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ -j x ഡിവൈഡഡ് ബൈ ജെ പ്ലസ് അടുത്ത വാല്യൂ -j +1. ഇങ്ങനെയാണ് ആ വാല്യൂ വരുന്നത്. അപ്പോൾ അടുത്ത വാല്യൂ -j +1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ജെ പ്ലസ് എക്സെട്ര എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടാം. ഇൻഫിനിറ്റി സീരീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം -j മുതൽ j വരെയുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അതായത് 2j+1 വാല്യൂസാണ് ഇതിനുണ്ടാവുക. ഓക്കെ, ദെൻ Q1 ബീറ്റ. ഫ്രം ദിസ് Q1 ബീറ്റ ഈക്വൽ ടു, ഇവിടെ ജെയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് e⁻x കിട്ടും. പ്ലസ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ -j x ഡിവൈഡ് ബൈ ജെ, ദാറ്റ് ഈസ് -x ഇൻറ്റു e⁻x ഡിവൈഡഡ് ബൈ ജെ. അടുത്ത ടൈമിൽ വരുന്നത് e⁻x ഇൻറ്റു അതായത് വാല്യൂ കൂടെ നമുക്ക് എഴുതാം -j +2 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ജെ പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x ഡിവൈഡഡ് ബൈ ജെ പ്ലസ് എക്സെട്ര. ഇങ്ങനെയുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻x കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് e⁻x ഡിവൈഡഡ് ബൈ ജെ പ്ലസ് e⁻2x ഡിവൈഡ് ബൈ ജെ പ്ലസ് എക്സെട്ര എന്നതായിരിക്കും. ദിസ് ഈസ് Q1 ബീറ്റ. ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷനാണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് e⁻x ഡിവൈഡ് ബൈ ജെ എന്നുള്ള വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മേഷൻ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റിനുള്ളിലെ വാല്യൂ കാണാൻ വേണ്ടി a ഇൻറ്റു
ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്നുള്ള റിലേഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2j+1 വാല്യൂസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് Q1 ബീറ്റ സീക്വൽ ടു എങ്ങനെ എഴുതാം? e⁻⁻x അതുപോലെ തന്നെ എഴുതി ഇൻറ്റു അടുത്ത ടൈമിൽ എ സീക്വൽ ടു 1 ഇൻറ്റു ആർ എന്ന് പറയുന്നത് e⁻x ഡിവൈഡഡ് ബൈ ജെ, അതിൻ്റെ പവർ എന്താണ് പറയുന്നത് n, ദാറ്റ് ഈസ് 2j+1 മൈനസ് 1 ഡിവൈഡഡ് ബൈ e⁻x ഡിവൈഡഡ് ബൈ ജെ മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻x ഡിവൈഡഡ് ബൈ ജെ ഓൾ പവർ ഓഫ് 2j+1 മൈനസ് 1 ഡിവൈഡഡ് ബൈ e⁻x ഡിവൈഡ് ബൈ ജെ മൈനസ് 1 എന്ന് എഴുതാം. ഈ ഒരു ടേമിലേക്ക് ഞാൻ e⁻x ഡിവൈഡ് ബൈ 2j എന്നുള്ള ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ അത് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാണ്. ഇനി ഈ ഇതും നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് എഴുതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻x ഡിവൈഡ് ബൈ 2j ഇൻറ്റു 2j+1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ ഇതുപോലെ ഇതാണ് e⁻x ഡിവൈഡ് ബൈ 2j ഇൻറ്റു e⁻x ഡിവൈഡ് ബൈ j ഓൾ പവർ ഓഫ് 2j+1 മൈനസ് 1 ഡിവൈഡഡ് ബൈ e⁻x ഡിവൈഡ് ബൈ ജെ മൈനസ് 1. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഇതും തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദിസ് ഇസ് എ Q1 ബീറ്റ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ e⁻x ഡിവൈഡ് ബൈ 2j ഇൻറ്റു 2j+1 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ e⁻x ഡിവൈഡ് ബൈ 2j ഇൻറ്റു 2j+1 ഓൾ ഡിവൈഡ് ബൈ ഇതും മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്നത് e⁻x ഡിവൈഡ് ബൈ 2j മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ e⁻x ഡിവൈഡ് ബൈ 2j. ഓക്കെ, ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ സെപ്പറേറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ന്യൂമറേറ്ററിൽ ഈ ടേം കൊണ്ട് ഞാൻ 2 ഡിവൈഡ് ചെയ്യുകയാണ്, ഈ ടേമിന് 2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സൈൻ ഹൈപ്പർബോളിക്കിൻ്റെ ടേംസിലായിരിക്കും വരിക e⁻x മൈനസ് e⁻x ഡിവൈഡ് ബൈ 2 സൈൻ ഹൈപ്പർബോളിക്കിൻ്റെ ടേംസിൽ വരും. സോ Q1 ബീറ്റ സീക്വൽ ടു ഇനി ഇതാ സൈൻ ഹൈപ്പർബോളിക്, മുകളിലത്തെ ഒരു ഹൈപ്പർബോളിക് ടേംസ് ആയിരിക്കും, താഴത്തതും വേറൊരു ഹൈപ്പർബോളിക് ടേംസ് ആയിരിക്കും. വ്യത്യാസം വരുന്നത് ഈ ക്വാണ്ടിറ്റിയിൽ പവർ വ്യത്യാസം വരും. സോ ആദ്യത്തെ സൈൻ ഹൈപ്പർബോളിക് x ഡിവൈഡ് ബൈ 2j ഇൻറ്റു 2j+1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരുന്നത് സൈൻ ഹൈപ്പർബോളിക് x ഡിവൈഡ് ബൈ 2j എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ താഴത്തുനിന്ന് മുകളിലത്തെ നമുക്ക് കിട്ടി. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ എക്സ് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 ബീറ്റ സീക്വൽ ടു സൈൻ ഹൈപ്പർബോളിക് 1+1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഹൈപ്പർബോളിക് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ്. This is the value for the partition function, single particle function. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് അല്ലെങ്കിൽ മീൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് നമുക്ക് കാണണം. മീൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കാണാനുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് mz സീക്വൽ ടു നമ്മൾ z ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് ഈസ് n ഡിവൈഡ് ബൈ ബീറ്റ ഡോ ഡിവൈഡ് ബൈ ഡോ h ഓഫ് ln Q1. ഈ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടുന്നത് mz സീക്വൽ ടു n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ കോസ് തീറ്റ എന്നുള്ള റിസൾട്ട് വെച്ചിട്ടാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ദാറ്റ് ഈസ് ബീറ്റ ജി മ്യൂ ബി ജെ എച്ച് എന്നതാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസൾട്ട് വെച്ച് നമുക്ക് Q1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ Q1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യേണ്ടത് എച്ച് എന്തിൽ വരുന്നുണ്ട്, എക്സിൽ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ എക്സ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ mz സീക്വൽ ടു n ഡിവൈഡ് ബൈ ബീറ്റ ഡോ ഡിവൈഡ് ബൈ ഡോ h ഓഫ് ln ഓഫ് സൈൻ ഹൈപ്പർബോളിക്
1 plus 1 divided by 2j into x divided by sin hyperbolic 1 divided by 2j into x. Okay. Now ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലോഗിൻ്റെ ടേംസ് വെച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകണേ. എന്നിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഡിവൈഡ് ബൈ ബീറ്റ ഡോ ഡിവൈഡ് ബൈ ഡോ എച്ച് ഓഫ് ലോഗ് എ ബൈ ബി എന്ന ഫോമിലാണ്. ഇപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി സൈൻ ഹൈപ്പർബോളിക് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ മൈനസ് ലോഗ് ബി. ഓക്കെ. ln ഓഫ് സൈൻ ഹൈപ്പർബോളിക് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ്. ഓക്കെ. ഇനി ഇതിനെ ഡിഫറൻഷ്യൽ ചെയ്യുക. ദാറ്റ് ഈസ് n ഡിവൈഡ് ബൈ ബീറ്റ. ആദ്യത്തെ ടേമിൽ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 1 ഡിവൈഡ് ബൈ സൈൻ ഹൈപ്പർബോളിക് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ്. പിന്നെ മുകളിൽ കോസ് ഹൈപ്പർബോളിക് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ് ഇൻറ്റു പിന്നെ ഈ ഒരു ടേമിൽ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സിൽ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ബീറ്റ ജി മ്യൂ ബി ജി ജെ എച്ച്. ബീറ്റ മ്യൂ ബി ജി ജെ ഇത്രയും ടേംസ് അതിൽ വരുന്നുണ്ട്. പിന്നെ എച്ചിൻ്റെ ടേംസ് വരുന്നുണ്ട്. അത് ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 1 ആയിട്ട് പോയി. മൈനസ് അടുത്ത ടേമിൽ 1 ഡിവൈഡഡ് ബൈ സൈൻ ഹൈപ്പർബോളിക് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ്. അടുത്തത് അതിൻ്റെ ഇനി സൈനിൻ്റെ ടേംസിൽ കോസ് ഹൈപ്പർബോളിക് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ്. പിന്നെ വരുന്നത് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ്. എക്സിന് പകരം ബീറ്റ മ്യൂ ബി ജി ജെ എച്ച് വാല്യൂ കൊടുക്കുക. ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ ബീറ്റ മ്യൂ ബി ജി ജെ എന്ന റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഡിവൈഡ് ബൈ ബീറ്റ. ബീറ്റ കോമൺ ആയിട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതുപോലെ n ക്യാൻസൽ. ഓക്കെ. ബീറ്റ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ബീറ്റ ഇവിടെയും വരുന്നുണ്ട്, ഈ ടേംസിനും വരുന്നുണ്ട്, ഈ ടേംസിനും വരുന്നുണ്ട്. സോ ബീറ്റ വിൽ ബി ക്യാൻസൽഡ് ഇൻറ്റു ഇവിടെ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു മ്യൂ ബി ജി ജെ കോട്ട് ഹൈപ്പർബോളിക് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ് മൈനസ് ഇവിടെ 1 ഡിവൈഡ് ബൈ 2j കോട്ട് ഹൈപ്പർബോളിക്. കോട്ട് ഹൈപ്പർബോളിക് കാരണം കോസ് ഡിവൈഡ് ബൈ സൈൻ ആണ്, കോട്ടാണ്. കോട്ട് ഹൈപ്പർബോളിക് 1 ഡിവൈഡ് ബൈ 2j എക്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ. ഇനി ഓക്കെ ഇവിടെ മ്യൂ ബി ജി ജെ ഈ ടേം കൂടി വരുന്നുണ്ട്. ഇത് ഇനി ആ ടേം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. രണ്ട് ഇതിലും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എം സെഡ് സീക്വൽ ടു n ഇൻറ്റു മ്യൂ ബി ജി ജെ ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു കോട്ട് ഹൈപ്പർബോളിക് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു കോട്ട് ഹൈപ്പർബോളിക് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു എക്സ് എന്നതായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി ബ്രാക്കറ്റിൽ വരുന്ന ടേംസ്, ആ ടേംസിന് പറയുന്ന പേരാണ് ബ്രില്യൻസ് ഫംഗ്ഷൻ. ബ്രില്യൻ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ബി ജെ ഓഫ് എക്സ് എന്നുള്ള വാല്യൂ ആയിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ, അതായത് ഇഫ് എക്സ് ഈസ് വെരി ലെസ് ദാൻ 1 ബി ജെ ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1. ഇഫ് എക്സ് ഈസ് വെരി ലെസ് ദാൻ 1 ബി ജെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ ജെ ഇൻറ്റു എക്സ്.
ഈ രീതിയിലാണ് നമ്മളതിൻ്റെ അപ്രോക്സിമേഷൻ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എം സെഡ് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ എഴുതാം? എം സെഡ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ജി ഇൻറ്റു മ്യൂ ബി ജെ ബി ജെ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മാഗ്നറ്റൈസേഷനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, മാഗ്നറ്റൈസേഷൻ നമ്മളതുപോലെ ഇതാണ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. കേസ് 1, സ്ട്രോങ് ഫീൽഡ്. സ്ട്രോങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഈസ് ലോ. ടെമ്പറേച്ചർ ലോ എന്ന് പറഞ്ഞാൽ ഇയർ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ. അങ്ങനെയാണ് നമ്മൾ എക്സ് ബീറ്റ മ്യൂ ബി ജി ജെ എച്ച് എന്നുള്ള രീതിയിലാണ് ബീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് കെ ടി. ഓക്കെ, മ്യൂ ബി ജി ജെ എച്ച് ഡിവൈഡ് ബൈ കെ ടി എന്നതാണ് മ്യൂ. അപ്പോൾ ഒരു സ്ട്രോങ് ഫീൽഡിലാണെങ്കിൽ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇസ് ലോ. അതിനാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ എക്സ് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 എന്ന ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതിനാണെങ്കിൽ ബി ജെ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1. അതിനാണെങ്കിൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എം സെഡ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ജി ഇൻറ്റു മ്യൂ ബി ജെ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് കേസ് നമ്പർ 2, ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ. വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഈസ് ഐ. ടെമ്പറേച്ചർ ഈസ് ഐ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് വെരി വെരി ലെസ് ദാൻ 1 എന്നതാണ്. ഇയർ എക്സ് ഈസ് വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ ബി ജെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ ജെ ഇൻറ്റു എക്സ് എന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 3j ഇൻറ്റു 1 പ്ലസ് ജെ ഇൻറ്റു എക്സ്. ഓക്കെ, കാരണം ജെ പ്ലസ് 1 ഡിവൈഡ് ബൈ ജെ ആ ജെ ഈ ഡിനോമിനേറ്ററിലെ ജെ നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ 1/3j ഇൻറ്റു 1 പ്ലസ് ജെ ഇൻറ്റു എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അതിനാണെങ്കിൽ ഇത് മാഗ്നറ്റൈസേഷൻ എം സെഡ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ജി ഇൻറ്റു മ്യൂ ബി ജെ 1 ഡിവൈഡ് ബൈ 3j ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ജെയും ക്യാൻസൽ ചെയ്ത് പോയി എൻ ജി മ്യൂ ബി ജെ പ്ലസ് 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ ബി ജി ജെ എച്ച് ഡിവൈഡഡ് ബൈ കെ ടി എന്നതാണ് എക്സിൻ്റെ വാല്യൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എൻ ജി സ്ക്വയർ മ്യൂ ബി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ 3kt. ദിസ് ഈസ് ദ മാഗ്നറ്റൈസേഷൻ അലോങ് ദ സെഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഐ എന്നുള്ള കേസിലുള്ള മാഗ്നറ്റൈസേഷൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് കാണണം? ഇതിൻ്റെ കേസിലുള്ള സസെപ്റ്റിബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ഈസ് ടെൻസ് ടു 0 എം സെഡ് ഡിവൈഡഡ് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എം സെഡ് എന്ന് പറഞ്ഞത് എൻ ജി സ്ക്വയർ മ്യൂ ബി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് divided by 3kt all divided by h. that is susceptibility is equal to ഈ എച്ചും ക്യാൻസൽ ചെയ്ത് പോയി. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ ജി സ്ക്വയർ മ്യൂ ബി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഡിവൈഡ് ബൈ 3kt. ഫ്രം ദിസ് വൺ susceptibility is inversely proportional to temperature. it is obey the Curie's law. Here the Curie's constant that is equal to n g square മ്യൂ ബി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3k.
അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് ക്യൂരിയസ് ലോ കാണാനുള്ള റിലേഷൻ, ക്യൂരിയസ് കോൺസ്റ്റൻറ്റ് കാണാനുള്ള റിലേഷൻ ഇതാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യൂരിയസ് കോൺസ്റ്റൻറ്റ് കാണാനുള്ള റിലേഷൻ എന്തായിരുന്നു വെച്ചാൽ, ദാറ്റ് ഈസ് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് സിയുടെ വാല്യൂ കാണാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സി ഈക്വൽ ടു n0 μ² ഡിവൈഡഡ് ബൈ 3k എന്നതായിരുന്നു ക്യൂരിയസ് കോൺസ്റ്റൻറ്റ് കാണാനുള്ള റിലേഷൻ. ക്വാണ്ടം തിയറി വെച്ചിട്ട് നമുക്ക് ക്യൂരിയസ് കോൺസ്റ്റൻറ്റ് കാണാനുള്ള റിലേഷൻ ഇതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പാരാമാഗ്നറ്റിസത്തിൻ്റെ കേസിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ക്യൂരിയസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസം വെച്ചിട്ട് കാനോണിക്കൽ എൻസെമ്പിൾ തിയറി വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത സെക്ഷൻ നമുക്ക് ഗ്രാൻഡ് കാനോണിക്കൽ, അതായത് കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.